കൊച്ചുമക്കളാണോ? കൊച്ചുമക്കളും അല്ല, ഏറ്റവും ഇളയത് 10 പഠിക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾ എത്ര ആരൊക്കെയാണ് ഇതിനകത്ത് താമസിക്കുന്നത് ഈ കുടിലിനകത്ത്? ഞങ്ങൾ മോൻ്റെ മക്കളും മോടെ മക്കളും ഞാനും അവിടെ താമസിക്കുന്നു. അപ്പം മോളെന്ത് ചെയ്യും? മോള് മരിച്ചുപോയി. മോളുടെ ഭർത്താവോ? അതും മരിച്ചുപോയി. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല. 3 പേർക്ക്. 2 പേർക്ക് അപ്പനുണ്ട്, അമ്മയില്ല. അപ്പോൾ ഇത്രയും പേര് ഈ അമ്മച്ചിയും അമ്മച്ചിയുടെ കൊച്ചുമക്കള് 5 പേരും മകനുമാണ് ഇതിനകത്ത് താമസിക്കുന്നതിൽ. 3 കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇല്ല, അതേപോലെ തന്നെ 2 കുട്ടികൾക്ക് അമ്മയില്ല. അപ്പോൾ ഈ 5 കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നത് ഈ അമ്മച്ചിയാണ്. അപ്പോൾ ഇവർ താമസിക്കുന്ന ഈ കുടിലാണ്. അവർ ഇതിനെ പിള്ളേർ സ്കൂളിൽ പോയി, നമുക്കറിയാം പൂർത്തീകരിക്കാത്ത വീടാണ്. അപ്പോൾ ആ പൂർത്തീകരിക്കാത്തവരെ കൊണ്ട് സത്യം പറഞ്ഞാൽ പൂർത്തീകരിക്കാനായിട്ടുള്ള നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരികയും അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവരെ കാണാനായിട്ട് വന്നത്. പക്ഷേ നമ്മൾക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിന് സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആലോചിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാതെ എന്ന് വെച്ചാൽ ഇവിടെ വെള്ളമൊന്നും കിട്ടുന്ന സ്ഥലമല്ല. പണിയണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല. വെള്ളത്തിൻ്റെ കണക്ഷനോ കിണറോ യാതൊന്നുമില്ല. അവർ വെള്ളം വാങ്ങുകയാണ്. കുടിക്കാൻ പോലും വാങ്ങുന്ന വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പണിയണമെങ്കിൽ വെള്ളം തൊട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ പണിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പണിയുന്ന രീതിയിലുള്ള വീട് അമ്മച്ചിക്ക് മതിയോ? അത് ടീച്ചർ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ എന്നെ ഒരു കാര്യത്തും ദ്രോഹിക്കാമെന്ന് എനിക്ക് വിശ്വാസം ഉറച്ചിരിക്കുക. അത് ഞാൻ ഒരിക്കലും ദ്രോഹിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു തരുന്ന വീട്ടിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. അത്രയും മതി. അതിനുശേഷം കുഞ്ഞുങ്ങൾ പഠിച്ച് നല്ല നിലയിലൊക്കെ ആകുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എവിടെയിലോട്ട് മാറി സ്ഥലം മേടിച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അതിനനുസരിച്ച് പോയി താമസിക്കാം. ഇതേതായാലും ഇതേ രീതിയിൽ എങ്ങനെ കിടക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത് രാവിലെ ഒന്നും എടുത്തില്ല. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാ ഇതിനകത്ത് താമസിക്കുന്നതെന്നുള്ളത് എല്ലാവരും നമ്മളെല്ലാവരും വലുത് പറയുന്നതാണ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. 341 സ്നേഹഭവനം പത്തനംതിട്ട വെട്ടൂരിൽ റേഡിയോ ജംഗ്ഷനിൽ താമസിക്കുന്ന കുടിലിൽ യാതൊരു സൗകര്യങ്ങളുമില്ലാതെ വളരെ ദയനീയ അവസ്ഥയിൽ താമസിച്ചിരുന്ന കുഞ്ഞമ്മയ്ക്കും കുഞ്ഞമ്മയുടെ 5 കൊച്ചുമക്കൾക്കുമായിട്ടാണ്, അതായത് ചെറുമക്കൾക്കുമായിട്ടാണ് വർഗീസ് കുര്യൻ്റെ സഹായത്താൽ നമ്മൾ പൂർത്തീകരിച്ച് നൽകിയത്. കുറേ നാളുകൾക്ക് മുമ്പാണ് ഇവർ എൻ്റെ വീട്ടിൽ വരുന്നതും ഈ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ അതുങ്ങളുടെ കണ്ണിൽ കണ്ട ആ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് എങ്ങനെയാണ് ഇവരെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഫോൺ നമ്പരോ അഡ്രസ്സോ ഒന്നും വാങ്ങിയില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ ഇവരെ പലയിടത്ത് തിരക്കി എവിടാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞ് ഞാൻ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് എങ്ങനെ ചെയ്യാം. അന്നേരം അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ കുടിലിൽ ഈ 5 കുഞ്ഞുങ്ങളുമായിട്ട് ഈ അമ്മച്ചി എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നതെന്ന്. ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അവസ്ഥയെപ്പറ്റിയും ഈ വീടിപ്പോൾ ആയ കാര്യത്തെപ്പറ്റി എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ടീച്ചർ പറയുകയുണ്ടായി. ടീച്ചറെ പോയി ഈ ഭവനത്തിൻ്റെ ഇവിടെ കാണുകയും ആ ടീച്ചറും ഇതുപോലെ ഇവിടെ വന്ന് കണ്ടിട്ട് എന്നോട് വിളിച്ച് പറയുകയുണ്ടായി, ഇന്നപോലെ ഒരു ഭവനമുണ്ട്, ചെയ്തു കൊടുക്കാൻ പൂർണ്ണമായിട്ടല്ല, അതിൻ്റെ സാഹചര്യം വന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ടീച്ചറും കൂടി ഇവിടേക്ക് കടന്നു വരികയും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ആ ടീച്ചർ പറഞ്ഞതിൽ നിന്നൊക്കെ ഉപരി ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യമാണ് ഇവിടെ നിന്ന് കാണുവാൻ മനസ്സിലാക്കി. കാര്യം എന്ന് വെച്ചാൽ ഈ മലയുടെ മകളിൽ ഒന്നാമത് ഈ മലയുടെ മകളിൽ വന്നെത്താൻ ഉള്ള ബുദ്ധിമുട്ട്, വെള്ളം കരണ്ട ഇല്ലാതെ, പണി തുടങ്ങിയപ്പോൾ തന്നെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ, പൂർത്തീകരിക്കുവാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഈ ടീച്ചർ അത് ഏറ്റെടുക്കുകയും ഞാനതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേങ്കിൽ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാനിതിന് സാമ്പത്തികം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിലുപരിയായിട്ട് ഇതിൻ്റെ കഷ്ടപ്പാട് മെയിനായിട്ട് ടീച്ചറും ജലാലും ആണിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള യാതൊരു സംശയമില്ല. നിങ്ങൾ ടീച്ചർ ഇത് ഏറ്റെടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭവനം കിട്ടത്തില്ല. അതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ പോകുന്നില്ല ഒരു കാലം. ഞാനിവിടെ വന്നതെന്ന് പറയുന്നത് ടീച്ചർ എന്നോട് പറഞ്ഞു പുതിയ ഭവനം അല്ല, പകുതി പോലും ആയിട്ടില്ല, ഉപേക്ഷിക്കപ്പെട്ട ഭവനമാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തെങ്കിലല്ലേ അവർക്ക് താമസിക്കാൻ പറ്റത്തുള്ളൂ. ആരും കേൾക്കത്തില്ല, നമുക്കത് ചെയ്തു കൊടുക്കാവുന്നത്.
അങ്ങനെ ബുദ്ധിമുട്ടി ചെയ്തു തന്നൊരു ഭവനമാണ്. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ടീച്ചറിനെ ഓർക്കണം. എൻ്റെ പിന്നിൽ അത് രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ച ജയിലാലുണ്ട്. ഞാൻ പൈസ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കഷ്ടപ്പാടൊന്നും എൻ്റെ വേർപ്പൊന്നും ഇവിടെ വീണിട്ടില്ല. പക്ഷേ കഷ്ടപ്പാടും വേർപ്പും ഈ മണ്ണിൽ വീണ് ഈ ഭവനം നിങ്ങൾക്ക് സാധ്യമാക്കി തന്നതെന്ന് പറയുന്നത് ടീച്ചറും ജയിലാലും. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഓർക്കണം. നിങ്ങൾക്ക് കിട്ടിയ ഒരു നന്മ അതെന്തെങ്കിലും ഏതെങ്കിലും രീതിയിലായിക്കോട്ടെ, ഇതുപോലൊരു ഭവനം വെച്ച് കൊടുക്കണമെന്നല്ല പറയുന്നത്. ഒരു വാക്കുകൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നേരത്തെ ആഹാരം നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ വലിയ രീതിയിലല്ല. അവരവരുടെ ആസ്തി ഇതേന്ന് പറയാൻ നമുക്ക് ആയുസ് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ രീതിയിലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. പക്ഷേ അതിനുള്ളൊരു മനസ്സ് വേണം. കാര്യം 1-2 ആൾക്കാർ അല്ലെ 2-3 ആൾക്കാർ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു ഭവനം സാധ്യമായത് അല്ലേ? അതിനെപ്പറ്റി എന്ത് പറയുന്നു? അറിയാം. അപ്പം മുമ്പോട്ട് ആ രീതിയിൽ ജീവിക്കണം. ഭവനം വൃത്തിയായി സൂക്ഷിക്കണം. രാവിലെയും വൈകിട്ടും ഈശ്വര പ്രാർത്ഥന ഉണ്ടാവണം. ആ ഒരു നല്ല രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ 5 കുഞ്ഞുങ്ങളിൽ 4 പെൺകുട്ടികളാണ്. ഈ 4 പെൺകുട്ടികൾ എങ്ങനെയാണ് ഈ വീട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സാഹചര്യത്തിൽ, ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ചെന്ന് ഓർക്കുമ്പോൾ വളരെ പ്രയാസമുണ്ട്. കാരണം നമ്മൾ ഈ വീട് പണിയാൻ വന്ന സമയത്ത് ഒരുപാട് പ്രയാസം നമ്മളും അനുഭവിച്ചു. കാരണം അവിടെ വൈദ്യുതിയോ വെള്ളമോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷനേ ഇല്ല. അപ്പോൾ ആ ഒരു ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ കുടിലിരുന്ന് വിദ്യാഭ്യാസം ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചതെന്ന് ഓർക്കുമ്പോൾ നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പണി തുടങ്ങിയപ്പോൾ തന്നെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയായിരുന്നു ഈ വീടിൻ്റെ എന്ന് പറയുന്നത്. അന്നേരത്തെ ആ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ ഈ വീടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വീട് ഇവർക്ക് പണിത് കൊടുക്കുവാനായിട്ട് ടീച്ചർക്ക് സാധിച്ചു. അത് എന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. വളരെ മനോഹരമായൊരു വീട്. ഞാൻ ഇതിന് മുമ്പ് പണിത് കൊടുത്ത വീടിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ മനോഹരമായൊരു വീടാണ് ടീച്ചർ ഈ അമ്മച്ചിക്കും വീട്ടുകാർക്കും പണിത് കൊടുത്തിരിക്കുന്നത്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള സന്തോഷവുമുണ്ട്. ആ രീതിയിൽ ഈ ജീവിതം മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പനും അമ്മ ഇല്ലാത്ത പിള്ളേരാണ്. അപ്പോൾ പിന്നെ ഞാനേ ഉള്ളവർക്ക് അങ്ങനെ എല്ലാവരെയും വളർത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ 2 പേര് ഞങ്ങൾ ടീച്ചറിൻ്റെ അടുക്ക ചെന്നതിൽ പിന്നെയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ആ പിള്ളേരെന്ന് പറയുന്നത് മകൻ്റെ 2 പിള്ളേരും മകളുടെ 3 പിള്ളേരും, 4 പെണ്ണും ഒരാണും. അപ്പോൾ അവരുടെ പേരൻസ് എല്ലാം മരിച്ചു പോയതാണ്. ഇതെല്ലാം ഒരുപാട് ത്യാഗം സഹിച്ചതാണ്. അരച്ചിലിന് എപ്പോഴും ഒരു പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നതാണ്. അതിൻ്റെ പ്രതിഫലമായത് ഒരുപാട് സങ്കടപ്പെടുകയും കരയുകയും ഇതിനകത്ത് ഇരുന്ന് വീഡിയോ ഇട്ടുമ്പോൾ ഓർക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ഇതിനകത്ത് കത്തിപ്പോയ എന്ത് ചെയ്യുമെന്ന് അങ്ങനൊരു സങ്കടം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ അന്നേരം പറഞ്ഞത് ഇവിടെ വന്ന അമ്മച്ചിമാരോട് ഞാൻ പറഞ്ഞത് എനിക്കിതൊന്ന് വാർത്ത് തന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട, എനിക്ക് കുഞ്ഞുങ്ങൾക്ക് എനിക്ക് തലയൊന്നും വിളിക്കാനുള്ള അവസരം ഒരുക്കി തന്നാൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇപ്പോഴും അത് തന്നെ, എപ്പോഴും അത് തന്നെ. അതിലുപരി എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് സന്തോഷിക്കാൻ, അത് കരയാനല്ല, എനിക്ക് സന്തോഷിക്കാൻ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും. ഇപ്പം അവർ ഇത് വെച്ച് തീർന്ന് ഇതെല്ലാം പെയിൻറ്റ് പഠിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കതവുമെല്ലാം ഇട്ട് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെല്ലാം ആ സന്തോഷം എന്ന പെരക്കാത്ത തീർത്തി നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു വീട് നമുക്ക് കിട്ടാൻ പാടാണ്. നമുക്ക് ദൈവം തന്നത് ഈ ദിവസം പ്രതിയുള്ള കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് പെൻഷൻ കിട്ടും, കഴിവുള്ള റേഷനുണ്ട്, അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. പിള്ളേരുടെ പഠിത്തം ഓരോരുത്തരും ഗവൺമെൻറ്റിൻ്റെ പഠിത്തം കൊണ്ടൊക്കെ നിന്ന് ഞാനിതുപോലെ ഓരോ സ്ഥലത്തും ചെന്ന് ചോദിച്ചും പറഞ്ഞു ഹോസ്റ്റലിലൊക്കെ നിർത്തിയും പഠിച്ചും ഒക്കെ ഇത്രമേ വന്നു. എല്ലാവരും 12 ക്ലാസ് വരെ പഠിച്ചു, അവൾ മാത്രമേ ഉള്ളൂ 10. ഞങ്ങൾ 2 പേരും ഉള്ളൂ. പിന്നെ ഇപ്പം ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം ഓർക്കും, എന്നും സങ്കടമായിരുന്നു. നമുക്ക് ചെയ്തു കൊടുക്കാൻ നിർവാഹമില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ ഒന്നും തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക ആർക്കും കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വേദന മാത്രമേ എനിക്ക് സത്യം പറയാൻ ഈ ഒരു സാഹചര്യം കണ്ടപ്പോൾ തോന്നിയുള്ളൂ. കാര്യം ഇത് നമ്മൾ പറയും ഹൃദയം കൊണ്ട് കാണണം, കണ്ണുകൊണ്ടല്ല കാണേണ്ടതെന്ന്. അപ്പോൾ ഹൃദയം കൊണ്ട് കാണാതെ പോയത് കൊണ്ടായിരിക്കാം ഇവർ ഇത്രനാൾ ഈ കുടിലിൽ ഇങ്ങനെ കഴിഞ്ഞത്. അപ്പോൾ
വർഗീസ് നേരിട്ട് വന്ന് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീട് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ 6 മണിയാകുമ്പോൾ വെട്ടമില്ലാത്തത് കൊണ്ട് ഈ കുട്ടിയോടൊപ്പം ഇവർ ഇത്രയും പേർ ഈ കുടിലിൽ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. കാര്യം അതുവരെ ഉണ്ടായിരുന്ന വെളിച്ചം അവരല്ലെങ്കിൽ ഒരു എമർജൻസി ലാമ്പ്, ആരോ നൽകിയ ഒരു എമർജൻസി ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യുകയും അതിൽ നിന്ന് ആ ലാമ്പിലിരുന്ന് 6 മണിക്ക് മുമ്പായിട്ട് അവർ ആഹാരം കഴിച്ചിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള വെളിച്ചം ഒന്നുമില്ലാതെ കിടക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഈ സമൂഹത്തിൽ തന്നെ അല്ലേ ഇവർ ഇവിടെ ജീവിച്ചിരുന്നതെന്നുള്ളൊരു ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഇതിനെ സഹായിച്ച ഇപ്പോൾ ഇപ്പോഴും ഇവർക്ക് ശരിക്കും കറണ്ട് കണക്ഷൻ കിട്ടിയിട്ടില്ല എങ്കിലും അത് ഉടനെ കിട്ടാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അവർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ശുഭപ്രതീക്ഷയോടെ ഈ കുട്ടി വെളിച്ചത്തിലിരുന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ പഠിക്കാൻ അതിന് സാധിക്കട്ടെ. വീടും വെളിച്ചവും എല്ലാം പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും ഇവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ 341 വീട് നൽകിയപ്പോൾ ഇത് വർഗീസ് കുര്യൻ എന്നെ സഹായിക്കുന്ന 2ാമത്തെ വീടാണ്. അദ്ദേഹത്തിനെ ഈശ്വരൻ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു, എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയും ചെയ്യും.